നമസ്കാരം. പാതിവിലയ്ക്ക് സ്കൂട്ടർ ലക്ഷങ്ങളും കോടികളുമാണ് മറഞ്ഞത്. വലിയ തോതിൽ ഈ അനന്തകൃഷ്ണൻ, അതുപോലെ ആനന്ദകുമാർ, അതുപോലെ നിരവധി പാർട്ടിയിലെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലൊക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തെയും ആരൊക്കെയോ സമീപിച്ചിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ നിരവധി കോൺഗ്രസിലെയും ബി ജെ പിയിലെയും മറ്റു പാർട്ടികളിലെയും ഒക്കെ തന്നെ ഒരുപാട് നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങളിൽ കാണുന്നില്ല. ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നില്ല, പത്രമാധ്യമങ്ങളിലും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ചില പോസ്റ്റുകളൊക്കെ കാണും. എന്താണ് ഇവിടെ സംഭവിച്ചത്? മാധ്യമങ്ങൾ ഈ പാതിവില തട്ടിപ്പ്, പാവങ്ങള് കടം വാങ്ങിയും ആഭരണം വിറ്റും ഇതിന് പണം കൊടുത്തവരുണ്ട്, സ്ഥലവും ഭൂമിയും പണയപ്പെടുത്തി ഇതിന് പണം കൊടുത്തവരുണ്ട്. പകുതി വിലയ്ക്ക് ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അംഗീകാരമുള്ള ഏജൻസി എന്ന് വിശ്വസിപ്പിച്ച് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ആരായാലും പണം കൊടുത്തു. അപ്പം ഈ പറ്റിക്കപ്പെട്ടവർ പരാതികൾ നൽകിയിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് പലപ്പോഴും അനന്തകൃഷ്ണനും ആനന്ദകുമാറും ഒക്കെ തന്നെ തൽക്കാലം അപ്രത്യക്ഷരായിരിക്കുന്നു. എന്താണ് കാരണം? തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കണം, നമ്മളത് അന്വേഷിക്കണം. ഇതിന് പിന്നിൽ വൻ റാക്കറ്റ്, വൻകിട ഭീമന്മാർ, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവർ, ഉന്നത ഉദ്യോഗസ്ഥ സ്വാധീനമുള്ളവർ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമ്മളതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല? അവരെ ഈ ഗൂഢാലോചനയുടെ ഭാഗമാക്കി അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്തേ അന്വേഷണ സംവിധാനത്തിന് കഴിയുന്നില്ല? കേരള പോലീസിന് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് നിയമ സംവിധാനങ്ങൾക്ക് ഇവരെ പേടിയാണ്. ED, NIA പോലുള്ള ഏജൻസികൾ ഇത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം നേരത്തെ ഉണ്ടായിരുന്നു. CBI അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായവും ചില പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കോടികളുടെ തട്ടിപ്പാണ്. ഇത് ആര് നടത്തിയാലും, അനന്തകൃഷ്ണൻ നടത്തിയാലും മറ്റൊരു വ്യക്തി നടത്തിയാലും ആര് നടത്തിയാലും ഇതിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിലും, അത് BJP നേതാക്കളായാലും CPM നേതാക്കളായാലും കോൺഗ്രസ് നേതാക്കളായാലും ലീഗ് നേതാക്കളായാലും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വരണം. നിയമത്തിന്റെ മുന്നിൽ അവരൊക്കെ നിൽക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ഇത്തരം തട്ടിപ്പുകൾ ഇങ്ങനെ അടിക്കടി നടക്കുമ്പോൾ അതിനൊക്കെ രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നു. 40 ലക്ഷം രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തു എന്ന് പ്രധാന പ്രതി അനന്തകൃഷ്ണൻ പറയുന്നു. BJP നേതാക്കളായ പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. കോൺഗ്രസ് നേതാവായ ലാലി വിൽസന്റെ ഉൾപ്പെടെ ഈ ഒരു ഇടപാടുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. CPM-ലെ ചില ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കുമൊക്കെ, CPM-കാരായ ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കുമൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വലിയ തോക്കുകൾ ഇതിന് പിന്നിലുണ്ട്. പേര് പുറത്തു പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ തോക്കുകൾ, എല്ലായിടത്തും സ്വാധീനമുള്ള, സർക്കാരുകളിലും ഉദ്യോഗസ്ഥ തലത്തിലും അന്വേഷണ സംവിധാനത്തിലും എന്തിന് നിയമ സംവിധാനത്തിൽ പോലും സ്വാധീനമുള്ള ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മാധ്യമങ്ങൾ വാർത്തകൾ മുക്കിയിരിക്കുന്നു. പലതും കൃത്യമായ ഫോളോ അപ്പുകൾ ചെയ്യുന്നില്ല. കൃത്യമായി ഫോളോ അപ്പുകൾ ചെയ്തുകൊണ്ടിരുന്ന പല മാധ്യമങ്ങളും ഇപ്പോൾ ഇത് മിണ്ടുന്നതില്ല. എന്താണ്? മാധ്യമങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? അല്ലെങ്കിൽ ഇവർ പണം കൊടുത്തു? വാർത്തകൾ കുറെ ദിവസം ചർച്ച ചെയ്തിട്ട് മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ മറക്കുകയാണ് പതിവ്. പക്ഷേ ആ രീതിയിലുള്ള ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ എന്തുകൊണ്ട് മറന്നുപോകുന്നു മാധ്യമങ്ങൾ എന്ന ചോദ്യം തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കും. തത്വമയി പോലൊരു മാധ്യമത്തിന്, ഒരു ജനകീയ മാധ്യമത്തിന് തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ ചോദിച്ചേ പറ്റൂ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഈ വാർത്ത മറക്കുന്നു? പാതിവില തട്ടിപ്പിൽ കോടികൾ മറിഞ്ഞു. അനന്തകൃഷ്ണന് നടപടിയുണ്ടായി. അയാൾ മാത്രമല്ല, അതിന് പിന്നിൽ പലരുമുണ്ട്. രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പലരുമുണ്ട്. അവരെയൊക്കെ എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? മാധ്യമ റിപ്പോർട്ടിംഗ് എന്തേ അവസാനിച്ചോ? മാധ്യമങ്ങൾക്കും ഈ പാതിവില തട്ടിപ്പുകാരെയും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബിഗ് ഷോട്ടുകളെ ഭയമാണോ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.